ഇന്നത്തെ ഇറാഖിലെ മൗസിൽ എന്ന പ്രദേശത്തിന്റെ തലസ്ഥാനമായ നീനുവ എന്ന പട്ടണത്തിലേക്കാണ് അള്ളാഹു യൂനുസ് നബി അലിഹിസലാമയെ നബിയായി അയച്ചത്. അന്ന് 1,00,000-ലധികം ജനങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു നീനുവ. ആ നാട്ടുകാർ ബഹുദൈവാരാധകരും അശ്രദ്ധരുമായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് ഉപദേശിച്ചിരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായിരുന്നു. യൂനുസ് അലിഹിസലാമയും തന്റെ ജനതയെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന വിശ്വാസമാണ് പഠിപ്പിച്ചത്. എന്നാൽ അവരാകട്ടെ നബിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. അന്ധവിശ്വാസത്തിലും തെറ്റായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുമാറാൻ അവർ തയ്യാറായില്ല. തെറ്റായ വഴികളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും വരാനിരിക്കുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച് യൂനുസ് നബി അവർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ താക്കീതുകളൊന്നും അഹങ്കാരികളായ ആ നാട്ടുകാർ കേട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാം രാവും പകലും എല്ലാ ജനങ്ങളോടും അള്ളാഹുവിന്റെ പാഠങ്ങൾ അനുസരിക്കണമെന്ന് കേടപേക്ഷിച്ചു. എന്നാൽ തന്റെ പരിശ്രമങ്ങൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി. ദുഃഖവും സങ്കടവും കൂടിക്കൂടി നാട്ടുകാരോടുള്ള അകൽച്ചയായി മാറി. നാട്ടുകാർ വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴും യൂനുസ് നബി ക്ഷമയോടെ തന്റെ ശ്രമങ്ങൾ തുടരുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കും മുമ്പേ തന്നെ മനം മടുത്ത് യൂനുസ് നബി നാടുവിടാൻ തീരുമാനിച്ചു. കടൽക്കരയിൽ ഒരു ചെറിയ കപ്പൽ കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ കയറി. ചെറുതായിരുന്നെങ്കിലും ഒരുപാട് കച്ചവട വസ്തുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് വലിയ ഭാരമുണ്ടായിരുന്നു. കപ്പൽ യാത്ര ആരംഭിച്ചു. ആരോടും മിണ്ടാതെ കപ്പലിന്റെ ഒരു മൂലയിൽ ദുഃഖിതനായിരിക്കുന്ന യൂനുസ് നബിയെ കപ്പിത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഒളിച്ചോടി പോകുന്ന വല്ല കുറ്റവാളിയുമായിരിക്കുമെന്ന് സംശയിച്ച് കപ്പിത്താൻ യൂനുസ് നബിയിൽ നിന്ന് ഇരട്ടി തുക യാത്രക്കൂലി വാങ്ങി. ശാന്തമായ കാലാവസ്ഥയിലാണ് നബി കപ്പൽ യാത്ര തുടങ്ങിയത്. എന്നാൽ രാത്രിയായപ്പോ കടലിൽ വലിയ കാറ്റും മഴയും വന്നു. ആകാശത്തോളം പൊങ്ങിയ തിരമാലകളിൽപ്പെട്ട് ആ ചെറിയ കപ്പൽ ആടിയുലഞ്ഞു. ഏത് സമയത്തും കപ്പൽ മറിയുമെന്നായി. കപ്പലിലെ ജോലിക്കാരും യാത്രക്കാരും പേടിച്ചു വിറച്ചു. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് അവർ കപ്പിത്താനെ കണ്ടു. അസമയത്ത് കൊടുങ്കാറ്റടിക്കുന്നതിന് എന്തോ കാരണമുണ്ട്. നമ്മുടെ കൂടെ കപ്പലിൽ ഏതോ ഒരു കുറ്റവാളിയുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. നമുക്ക് യാത്രക്കാർക്കിടയിൽ നറുക്കിടാം. നറുക്ക് വീഴുന്നയാളെ എടുത്ത് കടലിലെറിയാം. കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടാവുമ്പോ കപ്പിത്താന്മാർക്കിടയിൽ അക്കാലത്ത് പതിവുള്ള ഒരു ആചാരമായിരുന്നു അത്. അങ്ങനെ എല്ലാ യാത്രക്കാരുടെയും പേരെഴുതി നറുക്കിട്ടു. സങ്കടമെന്ന് പറയട്ടെ, യൂനുസ് നബിയുടെ പേരിൽ തന്നെയാണ് ആദ്യത്തെ നറുക്ക് വീണത്. പതിവനുസരിച്ച് വീണ്ടും നറുക്കെടുത്തു. വീണ്ടും നബിയുടെ പേര് തന്നെ. 3 വട്ടം ഒരാളുടെ പേര് വീണാൽ അയാളെ കടലിലെറിയണം എന്നാണ് ആചാരം. എല്ലാ കണ്ണുകളും യൂനുസ് നബിയുടെ നേർക്കായി. യാത്രക്കാർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 3ാമതും നറുക്കിട്ടു. 3ാമത്തെ പ്രാവശ്യം കപ്പിത്താൻ തന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പോകുന്നത് കേട്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം ഹൃദയവേദന കൊണ്ട് നീറി. കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. കടലിൽ എറിയപ്പെടേണ്ടയാൾ യൂനുസ് നബി തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. സ്വന്തം ജനതയെ